നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. പുറത്ത് നല്ല തെളിഞ്ഞ ആകാശം, കാലാവസ്ഥയും മികച്ചത്. വിമാനത്തിലെ എല്ലാ ഉപകരണങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. പക്ഷെ പെട്ടെന്ന് റഡാറിൽ നിന്ന് ആ വിമാനം അപ്രത്യക്ഷമാകുന്നു. അല്ലെങ്കിൽ ഒരു വലിയ കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അവസാനമായി ഒരു റേഡിയോ സന്ദേശം ലഭിക്കുന്നു. അതിനുശേഷം ആ കപ്പലിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്നത് ഒരു പേരാണ്: ബെർമുഡ ട്രയാങ്കിൾ. ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം ശരിക്കും ഒരു രഹസ്യമാണോ, അതോ വർഷങ്ങളായി ആളുകൾ വിശ്വസിച്ചു പോരുന്ന ഒരു വലിയ മിഥ്യയാണോ? ഇന്ന് നമുക്കത് പരിശോധിക്കാം. ആദ്യം, ബെർമുഡ ട്രയാങ്കിൾ എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാങ്കല്പിക ത്രികോണ പ്രദേശത്തെയാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഫ്ലോറിഡയിലെ മിയാമി, പ്യൂർട്ടോറിക്കോ, ബെർമുഡ ദ്വീപ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിച്ചാലുണ്ടാക്കുന്ന പ്രദേശമാണിത്. ഒരു കാര്യം പ്രത്യേകം പറയണം: ബെർമുഡ ട്രയാങ്കിളിന് ഔദ്യോഗികമായ അതിർത്തികളൊന്നുമില്ല. ഇതൊരു രാജ്യവും പ്രഖ്യാപിച്ച പ്രദേശമല്ല. എന്നാൽ വർഷങ്ങളായി ഇവിടെ നടന്നതായി പറയപ്പെടുന്ന ചില സംഭവങ്ങളാണ് ഈ സ്ഥലത്തെ ലോകപ്രശസ്തമാക്കിയത്. വർഷം 1945 ഡിസംബർ 5. അമേരിക്കൻ നാവികസേനയുടെ 5 പരീക്ഷണ വിമാനങ്ങൾ പതിവ് പരിശീലനത്തിനായി പറന്നു. ഈ സംഘത്തെ ഫ്ലൈറ്റ് 19 എന്നാണ് വിളിച്ചിരുന്നത്. യാത്രക്കിടയിൽ പൈലറ്റ് റേഡിയോയിൽ ഒരു സന്ദേശം അയച്ചു: ഞങ്ങൾക്ക് ദിശ മനസ്സിലാകുന്നില്ല, കോമ്പസ് പ്രവർത്തിക്കുന്നില്ല, എല്ലാം വിചിത്രമായി തോന്നുന്നു. അതിനുശേഷം ആ 5 വിമാനങ്ങളും അപ്രത്യക്ഷമായി. അവരെ തിരയാൻ അയച്ച ഒരു രക്ഷാപ്രവർത്തന വിമാനവും പിന്നീട് കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സംഭവമാണ് ബെർമുഡ ട്രയാങ്കിളിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇനി മറ്റൊരു വിചിത്ര സംഭവം നോക്കാം. 1970 പൈലറ്റായ ബ്രൂസ് കർണർ തൻ്റെ ചെറിയ വിമാനം പറത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം യാത്രക്കിടെ വിമാനം ഒരു വലിയ മേഘത്തിനുള്ളിൽ പ്രവേശിച്ചു. അകത്ത് കാഴ്ചയൊന്നുമില്ല, വെളുത്ത മൂടൽമഞ്ഞ് മാത്രം. കോമ്പസ് നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ കറങ്ങാൻ തുടങ്ങി. ഉപകരണങ്ങളും ശരിയായി പ്രവർത്തിച്ചില്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വിമാനം മേഘത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്, യാത്രയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏകദേശം 30 മിനിറ്റ് കുറവ് സമയം മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഈ അനുഭവം അദ്ദേഹം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ശാസ്ത്രലോകം അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചോദ്യം: എന്തുകൊണ്ടാണ് ആളുകൾ ബെർമുഡ ട്രയാങ്കിളിനെ ഇത്രയും ഭയപ്പെടുന്നത്? അതിന് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ചിലർ പറയുന്നത് അവിടെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ടെന്നാണ്. മറ്റു ചിലർ പറയുന്നത് നഷ്ടപ്പെട്ട അറ്റ്ലാന്റിസ് നഗരം അവിടെയാണെന്നാണ്. മറ്റു ചിലർ സമയങ്ങളിൽ മാറ്റം സംഭവിക്കുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഇന്ന് വരെ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ ശാസ്ത്രം എന്താണ് പറയുന്നത്? ഈ പ്രദേശത്ത് കാലാവസ്ഥ വളരെ വേഗത്തിൽ മാറാറുണ്ട്. വലിയ കൊടുങ്കാറ്റുകളും ശക്തമായ തിരമാലകളും പതിവാണ്. ഗൾഫ് സ്ട്രീം എന്ന ശക്തമായ സമുദ്രപ്രവാഹം അപകടത്തിൽപ്പെട്ട കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ വളരെ വേഗത്തിൽ മറ്റിടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനൊപ്പം മനുഷ്യരുടെ നാവിഗേഷൻ പിഴവുകളും യന്ത്ര തകരാറുകളും അപകടങ്ങൾക്ക് കാരണമാകാം. ഒരു കാലത്ത് മീഥെയ്ൻ വാതകമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ഒരു സിദ്ധാന്തമുണ്ടായിരുന്നു. എന്നാൽ ഇതിനും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇനി ഏറ്റവും വലിയൊരു സത്യം പറയാം: പ്രതിവർഷം ആയിരക്കണക്കിന് വിമാനങ്ങളും കപ്പലുകളുമാണ് ബെർമുഡ ട്രയാങ്കിളിലൂടെ യാതൊരു പ്രശ്നവുമില്ലാതെ കടന്നു പോകുന്നത്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡും നിരവധി വിദഗ്ധരും പറയുന്നത് ലോകത്തിലെ മറ്റ് തിരക്കേറിയ സമുദ്രപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അസാധാരണമായ അപകട നിരക്ക് ഇല്ല എന്നാണ്. അതായത് ബെർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുള്ള പല കഥകളും പുസ്തകങ്ങളും സിനിമകളും മാധ്യമങ്ങളും ചേർത്ത് കൂടുതൽ ദുരൂഹമാക്കിയതായിരിക്കാം. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ ശരിക്കും ഒരു സത്യമാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഭാവന സൃഷ്ടിച്ച ഒരു വലിയ മിഥ്യയോ? അതിനുള്ള വ്യക്തമായ ഉത്തരം ഇന്നും ആരുടെയും കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബെർമുഡ ട്രയാങ്കിൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ ദുരൂഹ സ്ഥലങ്ങളിലൊന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവ് നിറഞ്ഞ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നന്ദി.